نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, കാരണവന്മാരെ, കാളാമ്പുഴ മലയിൽ തടത്തിപ്പറമ്പൻ അബൂ ഹുറൈറ സമീറ ദമ്പതികളുടെ മകൾ ഷിഫ്ന ബിൻത് അബൂ ഹുറൈറയും AR നഗർ പുകയൂർ സ്വദേശി കാവുങ്ങൽ അമ്പനേരിൽ മൊയ്തീൻകുട്ടി ഫാത്തിമ ദമ്പതികളുടെ മകൻ മുസ്തഫയും തമ്മിലുള്ള വിവാഹ കർമ്മത്തിൽ സാക്ഷികളായി തീരാനും നവവധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കാനുമാണ് ഇവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലത്ത് പുതിയ തലമുറയിൽ നിന്ന് ഉയർന്നു വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ എല്ലാ സംസാരങ്ങളിലും സാധാരണയായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പുതിയ തലമുറ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിവാഹം? എന്തുകൊണ്ട് ആണ് പെണ്ണിനെ തന്നെ വിവാഹം ചെയ്യണം? എന്തുകൊണ്ടാണ് ആണിനെ വിവാഹം ചെയ്തുകൂടാ, പെണ്ണിനെ വിവാഹം ചെയ്തുകൂടാ? ഇത്തരം ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അറിവും വിവേകവും ഉള്ളവരുടെ ബാധ്യതയാണ് വിവാഹത്തിന്റെ ലക്ഷ്യം അത് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. ഇസ്ലാം വിവാഹം നിയമമാക്കിയത്, മതപരമാക്കിയത് വളരെ ലളിതമായ വാചകങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇൽ നമുക്കറിയാം, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. വിവാഹം ഇസ്ലാം നിയമമാക്കിയത് സമാധാനപൂർണമായ ജീവിതം ലഭിക്കാനാണ്. അപ്പൊ വിവാഹത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ടത് സംതൃപ്തകരമായ ഒരു ജീവിതമാണ്. ആ സംതൃപ്തകരമായ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചില മാർഗങ്ങൾ വ്യക്തമായത് പരിശുദ്ധ ഖുർആനിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വിവാഹ ജീവിതത്തിലെ സംതൃപ്തകരമായ ജീവിതത്തിന്റെ മാനദണ്ഡമാണ്. അതിലൊന്ന് ഖുർആൻ പറയുന്നത് ആരെ വിവാഹം ചെയ്യുന്നു എന്നെടുത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, മുഹ്സനാത്തിൻ, നിങ്ങൾ പതിവ്രതകളായ സ്ത്രീകളെ കല്യാണം കഴിക്കണം. ഏറ്റവും നല്ല ധാർമ്മിക ബോധമുള്ള സംസ്കാര സമ്പന്നയായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണം, പുരുഷന്മാരെ നിങ്ങൾ കല്യാണം കഴിക്കണം. 2 പറയുന്നത് ഗൈറ മുസാഫിഹാത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിൽ ഇറങ്ങുന്നവരെ കല്യാണം കഴിക്കരുത്. സമൂഹത്തിൽ ഇന്ന് ആണും പെണ്ണും തൊട്ടിയുരുമ്പി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് കാണാൻ പാടില്ലാത്തത് ചെയ്യുന്നത് കാണുമ്പോൾ, പറയാൻ പാടില്ലാത്തത് പറയുന്നത് കാണുമ്പോൾ നമ്മൾ അരുതെന്ന് പറയും. അപ്പൊ അവര് പറയും, നിങ്ങളെ മഞ്ഞ കണ്ണടൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനിയുള്ള കാലത്ത് ആണും പെണ്ണും തൊട്ടെന്നിരിക്കും, ഒന്നിച്ച് കിടന്നെന്നിരിക്കും, ഒന്നിച്ച് നടന്നെന്നിരിക്കും, ഒന്നിച്ച് യാത്ര ചെയ്തെന്നിരിക്കും.
നിങ്ങൾ അങ്ങനെ നോക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു പെണ്ണിനെ, അങ്ങനത്തെ ഒരു ആണിനെ വിവാഹം ചെയ്യരുതെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മൂന്നാമതായി ഖുർആൻ പറയുന്നത് എന്താ അറിയുമോ? രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിച്ചവളെ കല്യാണം കഴിക്കരുത്. അത് പ്രണയമെന്ന് പേരിട്ടാലും പ്രേമമെന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും അങ്ങനെ ഒരു വിവാഹം നമുക്കുണ്ടാകരുത്. കാരണം അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അവരുടെ മനസ്സ് മലീമസമാണ്. ആ മലീമസമായ ഹൃദയത്തിന്റെ ഉടമ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ ധാർമ്മികത അവർ ചോദ്യം ചെയ്യും. അത് വളരെ ഗൗരവതരമാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, വിവാഹ ജീവിതത്തിലെ സംതൃപ്തകരമായ ജീവിതത്തിന്റെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവിടെ സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ സ്വർഗീയാരാമത്തിൽ വിരാജിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യവും ബോധവും നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിർത്താൻ കഴിഞ്ഞാൽ അല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചോ സമാധാനം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ്. മൻ കാനത്തിൽ ആഖിറതു ഹമ്മ, ഒരാളുടെ ജീവിത ലക്ഷ്യം പരലോകമാണെങ്കിൽ ജഅലല്ലാഹു ഫീ ഖൽബിഹി ഖിന, അല്ലാഹു അവന്റെ മനസ്സിൽ സമാധാനം ഇട്ടു കൊടുക്കും. മനുഷ്യനെ അറിയാവുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിൽക്കേണ്ടതുണ്ട്. വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ജീവിത ലക്ഷ്യം ദുനിയാവാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല, എന്നും നിരാശയും നിഷ്ക്രിയത്വവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കൂ, ജീവിതത്തിൽ പൂർണ്ണമായ സംതൃപ്തിയും വിശാലങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടെ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കുക എന്നത് വളരെ ഗൗരവതരമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് 5 വസിയത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു വസിയത്ത് എന്താ പറയുക? വളരെ മനോഹരമായ ഒരു വാചകമാണ്. നീ തൃപ്തിപ്പെടുക, അള്ള നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക, നീ മനുഷ്യരിൽ ഏറ്റവും ധന്യനായി നിനക്ക് തീരും, നീ അങ്ങനെ മാറുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുന്നു. ഈ വർദ്ധ എന്ന് പറയുന്ന പദത്തെ പണ്ഡിതന്മാർ നിർവചിച്ച നിർവചനം എന്താ പറയുക? സുകൂനുൽ ഖൽബി അലാ ഇഖ്തിയാരി റബ്ബി, അള്ള തെരഞ്ഞെടുത്തതിൽ മനസ്സ് സമാധാനിക്കാൻ. ഒരു ഭർത്താവ് തിരിച്ചറിയേണ്ടത്, ഒരു ഭാര്യ തിരിച്ചറിയേണ്ടത്, ഞാൻ ജനിക്കുന്നതിന്റെ, ലോകം സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എന്റെ രേഖയിൽ എന്റെ റബ്ബ് രേഖപ്പെടുത്തിയതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭർത്താവ്. അത് ഞാൻ തൃപ്തിപ്പെടുക എന്നത് എന്റെ ഈമാനിന്റെ ഭാഗമാണ്, എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിരാശയും നിഷ്ക്രിയത്വവും അതിന്റെ പേരിൽ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ നമുക്കുണ്ടാകുന്നത്. നാലാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതം നമ്മൾ പഠിക്കേണ്ടത് 2 പേരും. ഒന്ന് ജാമിയ ഹിന്ദിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ, ഒന്ന് രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ജാമിയ ഹിന്ദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളാണ്. 2 പേരും ധാർമ്മിക ചുറ്റുപാടുകളിൽ വളർന്നു വന്ന, 2 കുടുംബങ്ങളിൽ വളർന്നു വന്ന മക്കളാണ്. അതുകൊണ്ട് അത്തരം ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല എന്ന തിരിച്ചറിവിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജീവിതം നമ്മൾ പഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. എത്ര മനോഹരമാണ് പ്രവാചകന്റെ ജീവിതം. പ്രവാചകന്റെ സീറ വായിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ട്. മരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9 ഭാര്യമാരുണ്ട്. ജീവിതകാലത്ത് 2 ഭാര്യമാരാണ് മരണപ്പെട്ടത്. ഈ ഭാര്യമാരോട് പ്രവാചകൻ എങ്ങനെ സഹവസിച്ചു, പ്രവാചകൻ എങ്ങനെ പെരുമാറിയെന്ന് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ഇവർ 2 പേരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. എന്താ ഹദീസിലുണ്ടെന്ന് അറിയാം? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ചുറ്റിലിരിക്കും. അപ്പൊ സഹാബത്തിനോട് ചോദിക്കുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോന്ന് പറയും. അപ്പൊ സഹാബികൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ എഴുന്നേറ്റ് എന്താ ചെയ്യാന്നറിയും? ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകും. എന്തിനാ പോകുന്നറിയോ? 2 കാര്യങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അവർക്ക് സലാം പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇനി അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം
ഈ ഭാര്യമാരുടെ വീടുകളിലേക്ക് വീട്ടുപോകുന്നു. എന്തിനാണെന്നറിയോ? ലിൽ മുആനസതി വലിൽ മുഹാദസ, അവരോട് ഇണക്കം കാണിക്കാനും അവരോട് സംസാരിക്കാനും. ലോകത്ത് ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നതാണ് സഹോദരിമാരാണ്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരുടെ ഉള്ളിലുള്ളിലുണ്ട്. ഇതാരോടാ പറയേണ്ടത്? ഭർത്താവിനോടാണ് പറയേണ്ടത്. ഭർത്താവിന് കേൾക്കാൻ സമയമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ഭാര്യമാർ, 9 ഭാര്യമാർ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, 22 രാജ്യങ്ങളെ ഭരിക്കുന്ന കിരീടം വെക്കാത്ത രാജാവ്, തിരക്ക് പിടിച്ച ഒരു നാട്ടിന്റെ ഖാദി, എന്നിട്ട് പോലും രാവിലെ മുഴുവൻ ഭാര്യമാരുടെയും വീട് കയറി ഇറങ്ങി അവർക്ക് വേണ്ടി സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അസർ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും ഭാര്യമാരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് അവരോട് ഇണക്കം കാണിക്കുന്നു, അവരോട് സംസാരിക്കുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഒരു നല്ല ഭർത്താവിനെ പഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ദീർഘമായ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. ഒരു പെണ്ണിൽ നിന്നൊരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. എളുപ്പത്തിൽ പറഞ്ഞു പോകാം. 1 റെസ്പെക്ട്, ബഹുമാനമാണ്. 2 അനുസരണമാണ്. 3 ശാരീരികമായ സംതൃപ്തിയാണ്. ഇതൊക്കെ ഒരു പെണ്ണിൽ നിന്നൊരു ഭർത്താവിന് കിട്ടണമെങ്കിൽ പെണ്ണ് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ഭർത്താവ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സഹാബാവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഉണ്ട് നബിയെ. രണ്ടാമത് ചോദിച്ചതാണ്, നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? ആ പെൺകുട്ടി പറഞ്ഞത്, നബിയെ, എന്റെ ഭർത്താവിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമി, മനസ്സിലാക്കുക, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗ്ഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വർഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നതിൽ ഒരു മടിയും ഭാര്യമാർക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഭർത്താക്കന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്, ഭാര്യമാരെ സ്നേഹിക്കണം. സ്നേഹം ഉള്ളിനുള്ളിൽ വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കണം. അതേപോലെ തന്നെ കൺസിഡറേഷൻ, പരിഗണന വളരെ പ്രധാനമാണ്. ഷെയറിങ്, അവർക്ക് പറയാനുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ അവർക്ക് തോന്നണം, എന്റെ ഭർത്താവ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും എന്റെ കൂടെ ഉണ്ടാകും. പല ഭാര്യമാരും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? എന്റെ കൂടെ എന്റെ ഭാര്യ ഇല്ല എന്നുള്ളത്, എന്റെ ഭർത്താവ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യമാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകാകാൻ ഭർത്താക്കന്മാരെ നമുക്ക് സാധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായി, ഒരു പെണ്ണിന്റെ സ്വർഗം അവരുടെ ഭർത്താവാണ്, ഒരാണിന്റെ സ്വർഗം അവന്റെ ഉമ്മയാണ്. ഒരു പുതിയ പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നതുകൊണ്ട് 9 മാസവും 10 ദിവസവും നമ്മളെ വയറ്റിലിട്ട് കൊണ്ടുനടന്നു. ലേബർ റൂമിൽ 22 എട്ടുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ച് നമ്മുടെ മുമ്പ് പ്രസവിച്ച് മാറത്തിരുത്തി താരാട്ടുപാടി ഇറക്കിയ ആ കണ്ണുകൾ, ആ കൈകൾ ഒരിക്കലും നമ്മളെ കരയിപ്പിക്കും, ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. കാരണം പറയും, ഉമ്മനെ വേദനിപ്പിച്ചാൽ, വാപ്പനെ വേദനിപ്പിച്ചാൽ പിന്നെ നമുക്കൊരു സന്തോഷകരമായ ജീവിതം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും പുതിയൊരു പെൺകുട്ടി കടന്നു വന്നു എന്നതിന്റെ പേരിൽ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും മറന്നുപോകാൻ പാടില്ല എന്ന കാര്യങ്ങൾ ഓർമ്മ കൊടുക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത് 2 പേരും, ഇവിടെ വിവാഹിതരാകുന്ന 2 പേരും നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ്, നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളാണ്. ഇവർക്ക് ഏറ്റവും നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ. അതുകൊണ്ട് നിക്കാഹിന് ശേഷം ആത്മാർത്ഥമായി ഈ മക്കൾക്ക് വേണ്ടി مرحبا يا هلا فيكم بالمحبة نحييكم، مرحبا يا هلا فيكم بالمحبة نحييكم، بالمحبة نحييكم. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير.